അങ്ങനെ ബറോസിൻ്റെ 3D കേരള പ്രീസെയിൽ മാത്രം കേരള ബോക്സ് ഓഫീസിൽ ഇപ്പോൾ 1 കോടി കഴിഞ്ഞിരിക്കുകയാണ്. ലാലേട്ടൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ബറോസ് എന്ന സിനിമയുടെ ഏറ്റവും പുതിയ കേരള പ്രീസെയിൽ കളക്ഷനാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഏറ്റവും പുതിയ ലാലേട്ടൻ അപ്ഡേറ്റ്സുകൾ ഉടൻ തന്നെ അറിയാൻ വേണ്ടി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനി മണിക്കൂറുകൾ മാത്രമാണ് ലാലേട്ടൻ ആദ്യമായി സംവിധാനം ചെയ്തിരിക്കുന്ന ബറോസ് എന്ന 3D ചിത്രത്തിൻ്റെ റിലീസിനുള്ളത്. ഇതുവരെ കേരള ബോക്സ് ഓഫീസിൽ ട്രാക്ക് ചെയ്തിരിക്കുന്ന ഷോകളുടെ എണ്ണമെന്ന് പറയുന്നത് 801 ഷോകളാണ്. ഇതുവരെ ഓഡിയൻസായി ചിത്രം ബുക്ക് ചെയ്തവരുടെ എണ്ണം 50,000 കടന്നിരിക്കുകയാണ്. കേരളത്തിൽ മാത്രം 801 ഷോകളിൽ ഇതുവരെ തിയേറ്റർ ഒക്യുപ്പൻസിയായി വന്നിരിക്കുന്നത് 22%. 4 ഹൗസ്ഫുൾ ഷോകളും 11 ഓൾമോസ്റ്റ് ഫിൽ ഷോകളും ചിത്രത്തിന് വേണ്ടി ഇതുവരെ ചാർട്ട് ചെയ്തു കഴിഞ്ഞു. ഇനി ബറോസിന്റെ ഏറ്റവും പുതിയ ഈ സമയം വരെയുള്ള ട്രാക്കിംഗ് ഗ്രോസ് എന്ന് പറയുന്നത് 1.2 CR ആണ്. അതേസമയം ലാലേട്ടൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന് ആശംസകൾ അറിയിച്ചുകൊണ്ട് നമ്മുടെ സ്വന്തം മമ്മൂക്കയും എത്തിയിരിക്കുകയാണ്. അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചത് ഇങ്ങനെയാണ്: ഇത്രയും കാലം അഭിനയ സിദ്ധി കൊണ്ട് നമ്മളെല്ലാം ത്രസിപ്പിക്കുകയും അത്ഭുതപ്പെടുത്തുകയും ചെയ്ത മോഹൻലാലിൻ്റെ ആദ്യ സംവിധാന സംരംഭമാണ് ബറോസ് എന്ന ചിത്രം. ഇക്കാലമത്രയും അദ്ദേഹം നേടിയ അറിവും പരിചയവും ഈ സിനിമയ്ക്ക് ഉതകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട ലാലിന് വിജയാശംസകൾ നേരുന്നു. പ്രാർത്ഥനകളോടെ സ്വന്തം മമ്മൂട്ടി എന്നാണ് അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചിരിക്കുന്നത്. ലാലേട്ടൻ്റെ ബറോസ് എന്ന സിനിമയ്ക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ആശംസയാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ക്രിസ്മസ് ദിനത്തിൽ ഡിസംബർ 25-ാം തീയതി രാവിലെ 9:30 ബറോസിൻ്റെ ആദ്യ ഷോ തുടങ്ങുന്നത്. ആദ്യ ഷോ കഴിയുമ്പോൾ തന്നെ മികച്ചൊരു പ്രതികരണം ചിത്രത്തിന് നേടാൻ സാധിച്ചാൽ പിന്നെ ചിത്രത്തിൻ്റെ കളക്ഷൻ്റെ കാര്യത്തിലോ ബുക്കിങ്ങിൻ്റെ കാര്യത്തിലോ ഭയപ്പെടേണ്ട ആവശ്യമില്ല. അപ്പോൾ വീഡിയോ കാണുന്ന നമ്മുടെ പ്രേക്ഷകരുടെ പ്രതീക്ഷകൾ എന്താണ് ബറോസ് എന്ന സിനിമയെക്കുറിച്ച് താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് കാണാം.